الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله 200 سؤال وجواب في العقيدة അഖീദയിലെ 200 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് ഹാഫിദ് ബിൻ അഹ്മദ് ആൽ ഹക്കമയുടെ ഈ ലഘു പുസ്തകമാണ് നമുക്കൊന്ന് വായിച്ചു തുടങ്ങുന്നത്. ഷെയ്ഖ് ഹാഫിദ് ബിൻ അഹ്മദ് ആൽ ഹക്കമി അദ്ദേഹം വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിച്ചിരുന്നിട്ടുള്ള ഒരു യുവ പണ്ഡിതനാണ്. 1342 റമളാൻ 24 ജനിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ ഒരാഴ്ച മുമ്പ്. 1377 ദുൽഹിജ്ജ 18 വഫാത്തായി. എന്നാൽ വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വഫാത്തായി. 34 വയസ്സാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം. ജനിച്ചത് 1342 റമളാൻ 24, 1924 ഏപ്രിൽ 28. വഫാത്തായത് 1377 ദുൽഹിജ്ജ 18, വലിയ പെരുന്നാൾ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട്, ചെറിയ പെരുന്നാൾ ഒരാഴ്ച മുമ്പ് ജനിച്ചു. 1958 ഫെബ്രുവരി 6 വഫാത്തായത്. 33 വയസ്സാണ് ഉള്ളത്. അദ്ദേഹം ആകെ ജീവിച്ചിരുന്നത്. പക്ഷേ ഷെയ്ഖ് ഇബ്നു ബാസ് അടക്കമുള്ള ഉന്നത പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കാൻ മാത്രം ആഴമുള്ള കൃതികളും കവിതകളും അദ്ദേഹം ഇസ്ലാമിക വിഷയം രചിച്ചിട്ടുണ്ട്. നിമിഷ കവിയാണെന്ന് പറയുന്നത്. ഉയർന്ന സാഹിത്യം. അഖീദയിൽ ഇന്നും സലഫി ലോകത്ത് നമ്മൾ ഏറ്റവും മുന്നിൽ എടുത്തു വെക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ സുല്ലമുൽ ഉസൂൽ ഇലാ ഇൽമിൽ ഉസൂൽ, അതിന്റെ ശറഹ് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതാണ് പ്രസിദ്ധമായത് മാരിജുൽ ഖബൂൽ. മാരിജുൽ ഖബൂൽ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ അഖീദയുടെ പുസ്തകം. അഖീദയുടെ എല്ലാ വിഷയങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്യും. അദ്ദേഹത്തിന്റെ തന്നെ ലഘു പുസ്തകമാണ് സുല്ലമുൽ ഉസൂൽ ഇലാ ഇൽമിൽ ഉസൂൽ. അതിന്റെ ശറഹ് അത് ഏത് വിഷയത്തിൽ ഫി തൗഹീദില്ലാഹി വത്തിബാഇ റസൂൽ, അള്ളാന്റെ തൗഹീദും റസൂൽ ഇത്തിബാഉം, ആ രണ്ട് വിഷയത്തിൽ അദ്ദേഹം രചിച്ച ഉസൂലുകളാണ് സുല്ലമുൽ ഉസൂൽ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ശറഹാണ് മാരിജുൽ ഖബൂൽ. മാരിജുൽ ഖബൂലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി. അത് അഖീദയുടെ കൃതിയാണ്. ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ആകത്തുകയാണ് അദ്ദേഹത്തിന്റെ ഈ നമ്മളിപ്പോൾ വായിക്കുന്ന 200 ചോദ്യങ്ങളും ഉത്തരങ്ങളും. 200 സുആലും വജവാബിൻ ഫിൽ അഖീദത്തിൽ ഇസ്ലാമിയ. കവിതകളും അദ്ദേഹം ധാരാളം രചിച്ചിട്ടുണ്ട്. ഈ സുല്ലമുൽ ഉസൂൽ എന്ന കവിതയാണ്. അതിന്റെ ശറഹാണ് എന്ത് മാരിജുൽ ഖബൂൽ. അതേപോലെ തന്നെ അദ്ദേഹം അഅ്ലാമുസ്സുന്ന അൽ മൻഷൂറ ലി ഇഅ്തിഖാദി ത്വായിഫ നാജിയത്തുൽ മൻസൂറ, ത്വായിഫത്തുൽ മൻസൂറ എന്ന രക്ഷപ്പെട്ട കക്ഷി, അതിനെക്കുറിച്ച് അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പിന്നെ അൽ ജവാഹിറുൽ ഫരീദ ഫി തഹ്ഖീഖിൽ അഖീദ, അഖീദ അദ്ദേഹത്തിന്റെ വേറൊരു കവിതയാണ്, മൻലൂമ. അതേപോലെ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് മിഫ്താഹ് ദാരിസ്സലാം ഫി തഹ്ഖീഖ് ഷഹാദത്തൈൽ ഇസ്ലാം. അത് കയ്യെഴുത്ത് പ്രതി പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. പല ഗവേഷണങ്ങൾക്കും അത് പഠന വിധേയമാക്കാറുണ്ട്. അഖീദയുടെ വിഷയത്തിൽ ദലീൽ അർബാബിൽ ഫല്ലാഹ് ലി തഹ്ഖീഖ് ഫന്നിൽ ഇസ്തിലാഹ്, ഇസ്തിലാഹിനെ കുറിച്ചുള്ള ചർച്ച. അങ്ങനെ സാങ്കേതികം ഉസൂൽ ഹദീസ്. പിന്നെ മൻലൂമ മറ്റൊരു കവിതയാണ് അൽ ലുഅ്ലുഉൽ മക്നൂൻ ഫി അഹ്വാലിൽ അസാനീദി വൽ മുതൂൻ. അത് ഹദീസ് നിദാന ശാസ്ത്രത്തെ കുറിച്ചുള്ള കവിതയാണ്. അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ, ധാരാളം കവിതകൾ. ചുരി 34 വയസ്സിൽ അദ്ദേഹത്തിന് നിന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്. അതിന് പുറം ഒരുപാട് ചെറിയ റിസാലകൾ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, ഖുതുബകൾ, അതൊക്കെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാരനാണെങ്കിലും നല്ല തലയെടുപ്പുള്ള പണ്ഡിതനാണ് ഹാഫിദ് അൽ ഹക്കമി എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ നേരെ അഖീദ കുറെ ചോദ്യോത്തരങ്ങളെ കുട്ടികൾ മാത്രമല്ല, ഇസ്ലാമിന്റെ പ്രാഥമിക പാഠങ്ങൾ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ എന്താണ് ചർച്ച, ഊട്ടിയുറപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ ഈ കൃതി പ്രയോജനപ്പെടും. നമുക്ക് ചില ചോദ്യങ്ങളൊന്ന് വായിക്കാം, ചില ഉത്തരങ്ങളും വായിക്കാം. സുആലുൽ അവ്വൽ, ഒന്നാമത്തെ ചോദ്യം, മാ അവ്വലു മാ യജിബു അലൽ ഇബാദ്, അടിമകൾക്ക് വാജിബായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ അടിമകൾക്ക് വാജിബായിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള ആദ്യത്തെ സംഗതി എന്താ? ജവാബ്, അദ്ദേഹത്തിന്റെ ഉത്തരം, അവ്വലു മാ യജിബു അലൽ ഇബാദി മഅരിഫത്തുൽ അംരി അല്ലദീ ഖലഖഹുമുല്ലാഹു ലഹു. അടിമകളുടെ ഒന്നാമത്തെ ബാധ്യത അള്ളാഹു അവരെ സൃഷ്ടിച്ച കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. എന്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അത് മനസ്സിലാക്കലാണ് ഒന്നാമത്തെ ആവശ്യം. കഴിഞ്ഞ ബാക്കിയൊക്കെ മഅരിഫത്തുൽ അംർ, ഒരു കാര്യം അയാൾ മനസ്സിലാക്കണം. ഏത് കാര്യം? അല്ലദീ ഖലഖഹുമുല്ലാഹ്, അള്ളാഹ് അവരെ സൃഷ്ടിച്ചു, ലഹു, ആ കാര്യത്തിന് വേണ്ടി. ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ അള്ളാഹു പടപ്പുകളെ സൃഷ്ടിച്ചത് ആ കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ് അടിമകളുടെ ഒന്നാമത്തെ കടമ. വഅഖദ അലൈഹിമുൽ മീസാഖ് ബിഹി, അള്ളാഹു അവരോട് ഒരു കരാർ എടുത്തിട്ടുണ്ട്. വഅർസല ബിഹി റുസുലഹു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് റസൂലുമാരെ അയച്ചിട്ടുണ്ട്. വഅൻസല ബിഹി കുതുബഹു അലൈഹിം, അവർക്ക് അള്ളാഹു ആ റസൂലുമാർ മുഖേന ആ വിഷയത്തെക്കുറിച്ച് കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സൃഷ്ടിച്ചത് ആ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളോട് കരാർ വാങ്ങിയിട്ടുണ്ട്. ജനിക്കുന്നതിനൊക്കെ മുമ്പ്, നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ്, നമ്മൾ നമ്മുടെ പിതാമഹന്മാരുടെ മുതുകിലായിരിക്കുന്ന സമയത്ത് തന്നെ അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലേ എന്നുള്ള ചോദിച്ചിട്ടുണ്ട്.
നമ്മളെല്ലാവരും കാലു ബല എന്ന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ആത്മാവിന്റെ ഒരുമിച്ച് കൂട്ടലിൽ ഉത്തരം വന്നിട്ടുള്ളതാണ് എന്ന് സൂറത്തുൽ അറാഫിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ വിഷയത്തെക്കുറിച്ച് അവരോട് കരാർ വാങ്ങിയിട്ടുണ്ട്. ഏത് വിഷയത്തെക്കുറിച്ച്? എന്താണോ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, നമ്മെ അള്ളാഹു സൃഷ്ടിക്കുന്ന ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം അറിയിച്ചുകൊണ്ടുള്ള കരാർ വാങ്ങിയിട്ടുണ്ട്. 1. 2, അർസല ബിഹി റസുലഹു ഇലൈഹിം, ആ ലക്ഷ്യവുമായി റസൂലുമാരെ അയച്ചു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പഠിപ്പിക്കാനാണ് ആരയച്ചത്? റസൂലുമാരെ അയച്ചത്. 3, അൻസല ബിഹി കുതുബഹു അലൈഹിം, ആ ലക്ഷ്യവുമായി അള്ള കിതാബ് ഇറക്കി അമ്പിയാക്കൾക്കുള്ള ഗ്രന്ഥങ്ങൾ ഇറക്കി, നമുക്ക് ഖുർആൻ ഇറക്കി. വലി അജലിഹി ഖുലിഖത്തി ദുനിയ വൽ ആഖിറ വൽ ജന്നത്തു വന്നാർ, ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ള ദുനിയാവ് സൃഷ്ടിച്ചത്, ആഖിറത്ത് സൃഷ്ടിച്ചത്, സ്വർഗം സൃഷ്ടിച്ചത്, നരകം സൃഷ്ടിച്ചത്. വബിഹി ഹുഖത്തിൽ ഹാഖ വബുഖയത്തിൽ വാഖിഅ, അതിന് തന്നെയാണ് നടക്കേണ്ടത് നടപ്പാകുന്നതും സംഭവിക്കേണ്ടത് സംഭവിക്കുന്നതും. അള്ള എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത് ആ കാര്യത്തിൽ നടക്കേണ്ടതൊക്കെ നടക്കും. അങ്ങനെ ലോകം അവസാനിക്കും, ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. ഈ ലോകം അള്ള അവസാനിപ്പിക്കുന്നതും ശേഷം നമ്മെ എല്ലാം അള്ള ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? എന്തിനാണോ നമ്മെ അള്ള സൃഷ്ടിച്ചത് അതിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയാണ് അള്ള സൃഷ്ടിച്ചത് അത് നടപ്പാക്കാൻ വേണ്ടി. അള്ള സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുന്നത് ഖുർആനിൽ ഒന്ന് വാക്കാണ് ഹാഖ വാഖിഅ. ഒക്കെ എന്താണ്? ലോകാവസാനം ഉയർത്തെഴുന്നേൽപ്പൊക്കെയാണ്. ലോകം അവസാനിക്കുക എന്നുള്ളത് നടക്കും, നമ്മളെല്ലാവരും എഴുന്നേൽപ്പിക്കപ്പെടാൻ നടക്കും. അഫീശഇനിഹി തുൻസബുൽ മവാദീൻ, ഈ പ്രശ്നത്തിൽ മീസാനുകൾ സ്ഥാപിക്കപ്പെടും. ഏത് പ്രശ്നത്തിൽ? എന്തിനാണ് അള്ള നമ്മെ സൃഷ്ടിച്ചത് ആ ലക്ഷ്യം പരിശോധിക്കാൻ വേണ്ടി അള്ള മീസാൻ വെക്കും. എത്ര ആൾ ലക്ഷ്യത്തിലെത്തി അറിയണമല്ലോ. അത് തൂക്കി കാണിക്കാൻ വേണ്ടി അള്ള നാളെ മഹ്ശറിൽ എന്ത് ചെയ്യും? മീസാനുകൾ സ്ഥാപിക്കും. തുൻസബുൽ മവാദീൻ. അതേപോലെ തന്നെ ഏടുകൾ നിവർത്തപ്പെടും. നമ്മുടെ കർമ്മരേഖ അള്ള നിവർത്തുന്നതിനാണ്, ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കാണിച്ചു തരാനാണ്. നമ്മെ അള്ളാഹു ഏൽപ്പിച്ച സൃഷ്ടി ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് നോക്കാൻ വേണ്ടി ഏടുകൾ നിവർത്തി കാണിക്കും. വഫീഹി തകൂനു ശഖാവത്തു വസആദ, ആ ഏടുകളിൽ അവന്റെ ഭാഗ്യവും ദൗർഭാഗ്യവും കാണും. അതിലുണ്ടാവും അവൻ ഭാഗ്യവാനാണോ, ലക്ഷ്യം പൂർത്തീകരിച്ച ആളാണോ, അതല്ല ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ ദൗർഭാഗ്യവാനായ ആളാണോ. വഅലാ ഹസബിഹി തുഖ്സമുൽ അൻവാർ, അതിന്റെ അളവനുസരിച്ച് പ്രകാശം വീതിക്കപ്പെടും. ഒരാൾ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിരുന്നു നല്ല വെളിച്ചുണ്ടാവും. സിറാത്തിന് നമ്മൾ പോകുന്ന നേരത്ത് ലക്ഷ്യത്തിലേക്ക് ഇനി എത്താൻ ബാക്കിയുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെളിച്ചം കുറയും. അവസാനം ഒരു പെരുവിരലിന്റെ വലുപ്പത്തിലൊക്കെ വെളിച്ചുണ്ടാവുള്ളൂ. ആദ്യം പോണവരൊക്കെ സിറാത്ത് കടന്നു പോകുന്നവരൊക്കെ നല്ല വെളിച്ചത്തിലായിരിക്കും എന്ത് ചെയ്യുക പോകുക. അവസാനം പോകുന്നവരെ അതിന് കണ്ണി മറ്റുമ്പോൾ തുറക്കുന്ന വേഗതയിൽ പോകും. പിന്നെ വരുന്നവർ കാറ്റിന്റെ വേഗതയാണ്, കുതിരയുടെ വേഗത ഉണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, എഴഞ്ഞു പോകുന്നവരുണ്ട്. അവസാനം കുറച്ച് നടക്കും, കുറച്ച് കഴിയും, നിൽക്കും, കുറച്ച് കഴിയും. അങ്ങനെ വെളിച്ചം കാണുമ്പോൾ നടക്കും, വെളിച്ചം ഓഫാകുമ്പോൾ നിൽക്കും. അവസാനത്തെ ആൾക്കാർ അങ്ങനെ, ബാക്കിയുള്ളവരൊക്കെ താഴെ വീണ് നരകത്തിലേക്ക് വീഴും ചെയ്യും. അപ്പൊ അതൊക്കെ ഉണ്ട്. അമ്മല്ല വിജയല്ലാഹുലഹു നൂറൻ സമാലഹു മിന്നൂർ. അന്ന് അള്ള ആർക്കാണോ വെളിച്ചം കൊടുക്കാത്തത് അവർക്ക് വെളിച്ചല്ല. സിറാത്ത് പാലത്തോടെ കടന്നു പോകണേ വെളിച്ചമാണ്. മുനാഫിഖുകൾക്ക് ഉണ്ടാവില്ല, അവർ നേരെ നരകത്തിലേക്ക് വീഴും. സിറാത്ത് കടന്നു പോകാൻ പറ്റില്ല. അന്ന് ആർക്കാണോ അള്ള വെളിച്ചം നൽകാത്തത് അവർക്ക് വെളിച്ചല്ല. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായി ഉത്തരവും അവസാനിച്ചു. മാ അവ്വലുമായി യജിബു അലൽ ഇബാദ്, അള്ളാഹു അടിമകളെ സൃഷ്ടിച്ച മുഖ്യ ബാധ്യത, ഒന്നാമത്തെ ബാധ്യത എന്താണ്? അതിന്റെ ഉത്തരം, അള്ള ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് മനസ്സിലാക്കലാണ് ഒന്നാമത്തെ ബാധ്യത. അതെന്താണ് എന്ന് മനസ്സിലാക്കലാണ് ഒന്നാമത്തെ ബാധ്യത. അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന്, നമ്മുടെ സൃഷ്ടികൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ അള്ള നമ്മുടെ ആത്മാവുകളൊക്കെ സമ്മേളിപ്പിച്ചിട്ട് ആ ലക്ഷ്യം ബോധ്യപ്പെടുത്തി കരാർ വാങ്ങി. രണ്ടാമത്തത്, അത് പഠിപ്പിക്കാനുള്ള അമ്പിയാക്കളെ അയച്ചു, റസൂലുമാരെ അയച്ചു. മൂന്നാമത്തത്, ആ റസൂലുമാർക്കുള്ള കിതാബർക്ക് ഈ വിഷയം വിശദീകരിക്കാൻ തെളിവ് നൽകാൻ വേണ്ടിയിട്ട്. നാലാമത്, അള്ളാഹു ഇതിനു വേണ്ടി ദുനിയാവും ആഖിറത്തും സൃഷ്ടിച്ചു, സ്വർഗവും നരകവും സൃഷ്ടിച്ചു. എന്താണ് ലക്ഷ്യം? അതിനു വേണ്ടി. അഞ്ചാമത്, ആ ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തമായ പരിശോധനകൾ നടക്കുന്നതിന് വേണ്ടി എന്താണ് അള്ളാഹു മീസാനുകൾ സ്ഥാപിച്ചു, ഏടുകൾ നിവർത്തി, ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ അതിൽ അവിടെ ഏടുകളിൽ എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. പിന്നെ അതിനുശേഷം വെളിച്ചം, അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്ര എത്തിയിട്ടുണ്ടോ അതിനനുസരിച്ച് അവർക്ക് എന്തുണ്ടാകും? അവരുടെ വെളിച്ചം കിട്ടും. വെളിച്ചം കിട്ടാത്തവർക്ക് എന്തായിരിക്കും? അപകടത്തിലായിരിക്കും. അസുആലുസാനി, രണ്ടാമത്തെ ചോദ്യം, മാ ഹുവ ദാലിക്കൽ അംർ അല്ലദീ ഖലഖല്ലാഹുൽ ഖൽഖ ലിഅജലി. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം അറിയലാണ് ഒന്നാമത്തെ ബാധ്യത എന്ന് പറഞ്ഞു. ജീവിത ലക്ഷ്യം അറിയലാണ് ഒന്നാമത്തെ ബാധ്യത. ഒന്നാമത്തെ ബാധ്യത എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം എന്താണ്? ജീവിത ലക്ഷ്യം തിരിച്ചറിയലാണ് ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ജീവിത ലക്ഷ്യം? റെഡിമയുടെ ജീവിത ലക്ഷ്യം എന്താണ്? മാ ഹുവ ദാലിക്കൽ അംർ, ആ കാര്യം എന്താണ്? ആ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലദീ ഖലഖല്ലാഹുൽ ഖൽഖ, അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചു ലിഅജലിഹി, ആ ലക്ഷ്യത്തിന് വേണ്ടി. അള്ളാഹു നമ്മെ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്? രണ്ടാമത്തെ ചോദ്യം. അതിന് തെളിവായിട്ട് ശേഖ് 4 ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ ആയത്തുകളുടെ ഉത്തരം, ഒന്നാമത്തെ ആയത്ത് സൂറത്ത് ദുഖാനിലെ 38-39 ആയത്ത്. وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون وما خلقنا السماوات والأرض وما بينهما, ആകാശങ്ങളെയും ഭൂമിയെയും അത് രണ്ടിനും ഇടയിലുള്ള യാതൊന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല ലായിബീൻ, കളിയായി. അള്ള ഒരു നേരം പോക്കിന് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലല്ലേ? നമ്മുടെ നാട്ടിൽ ഭഗവാന്റെ ലീലാവിലാസം എന്നൊക്കെ പറയും. അങ്ങനെ ലീലയായിട്ട് അള്ള എന്തിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വെറുതെ നേരം പോക്കിന് വേണ്ടി അള്ളാഹു യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, ഹക്ക് അനുസരിച്ചല്ലാതെ അവ രണ്ടും നാം സൃഷ്ടിച്ചിട്ടില്ല. ന്യായം അനുസരിച്ചല്ലാതെ ആകാശഭൂമികളെ നാം എന്ത് ചെയ്തിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ ഭൂരിപക്ഷവും കാര്യം മനസ്സിലാക്കുന്നില്ല. സൂറത്ത് ദുഖാനിലെ 38-39 ആയത്ത്. ഇതിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിന്റെ ഒരു സൂചന കിട്ടി. എന്താണ്? അള്ള ഒരു ഹക്കുമായിട്ടാണ്, ഒരു അവകാശം, ഒരു സത്യവുമായിട്ടാണ് നമ്മൾ എന്തിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കളിയായിട്ട് വെറുതെ സൃഷ്ടിച്ചതല്ല. അള്ളാഹുവിന് ഇങ്ങനെ നേരമ്പോക്കിന് വേണ്ടി വെറുതെ സൃഷ്ടിച്ചതല്ല. ഒരു ലക്ഷ്യമുണ്ടെന്നും ഒരു ഹക്കുണ്ടെന്നും ഈ ആയത്ത് മനസ്സിലായി. അടുത്ത ആയത്ത്, ഓരോ ആയത്തും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്ത സൂറത്ത് സ്വാദ് 27.
വമാ ഖലഖന സ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില ദാലിക വന്നുല്ലദീന കഫറു. മാ ഖലഖന സ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ, ആകാശത്തെയും ഭൂമിയെയും അത് രണ്ടിനും ഇടയിലുള്ളതിനെയും നാം പടച്ചിട്ടില്ല ബാത്തില, വെറുതെ ബാത്തിലായിട്ട് പഠിച്ചു. നേരത്തെ പറഞ്ഞ ഹക്കായിട്ട് പഠിച്ചു, ഇവിടെ പറഞ്ഞ ബാത്തിലായി പഠിച്ചിട്ടില്ല. അതിന്റെ വിശദീകരണം തന്നെ ദാലിക വന്നുല്ലദീന കഫറു, അത് കാഫിറുകളെ നല്ല വിചാരം. കാഫിറുകളുടെ രൂഹം മാത്രമാണെന്ത് വെറുതെ സൃഷ്ടിച്ചാൽ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. അത് കാഫിറുകളുടെ രൂഹമാണ് എന്ന് സ്വാദ് സൂറത്തിലെ 27-ാമത്തെ ആയത്ത്. മൂന്നാമത്തെ തെളിവ് അൽ ജാസിയ സൂറത്തിലെ 22-ാമത്തെ ആയത്ത്, 45-ാമത്തെ സൂറത്ത് ജാസിയ 22-ാമത്തെ ആയത്ത്. വഖലഖല്ലാഹു സ്സമാവാതി വൽ അർള ബിൽ ഹഖ് വലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുദ്ലമൂൻ. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സത്യപ്രകാരം സൃഷ്ടിച്ചു. ആദ്യം പറഞ്ഞ സത്യമായിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല, രണ്ടാമത് പറഞ്ഞത് ബാത്തിലായി സൃഷ്ടിച്ചിട്ടില്ല, മൂന്നാമത് പറഞ്ഞത് സത്യപ്രകാരം സൃഷ്ടിച്ചു. ഒരു സത്യവും ഒരു ഹക്കുമായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഓരോ നഫ്സും അവർ സമ്പാദിച്ചതനുസരിച്ചാണ്. വലിതുജ്സാ, പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി. കുല്ലു നഫ്സിൻ, ഓരോ നഫ്സും ബിമാ കസബത്, സമ്പാദിച്ചത്. അപ്പോൾ ഓരോ നഫ്സും ചില കാര്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. അത് സമ്പാദിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. വഹും ലാ യുദ്ലമൂൻ, അവർ അനീതി കാണിക്കപ്പെടുന്നല്ല. ഏൽപ്പിച്ച ലക്ഷ്യം പൂർത്തീകരിച്ച് അള്ളാഹ് നിശ്ചയിച്ച കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ, സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്. അതെന്താണ് എന്ന് നാലാമത്തെ തെളിവിൽ കാണാം. സൂറത്ത് ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത്, 51-ാമത്തെ സൂറത്ത് 56-ാമത്തെ ആയത്ത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനായിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനായിട്ടല്ല സൃഷ്ടിച്ചില്ല. അപ്പൊ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ഹഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ബാത്തിലായിട്ടല്ല പഠിച്ചത്, ഹക്കായിട്ടാണ് പഠിച്ചത്. അത് അള്ളാഹിനെ മാത്രം ആരാധിക്കലാണ്. അപ്പൊ ജീവിത ലക്ഷ്യം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒരടിമയുടെ ഒന്നാമത്തെ ചുമതല എന്താണ്? അതിന്റെ ഉത്തരം, എന്തിനാണോ അള്ളാഹു അടിമയെ സൃഷ്ടിച്ചത് അത് അവൻ തിരിച്ചറിയണം, തെളിവുകളിലൂടെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് അള്ളാഹു അടിമകളെ സൃഷ്ടിച്ചത്? ഉത്തരം, അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അടിമകളെ സൃഷ്ടിച്ചത്. മൂന്നാമത്തെ ചോദ്യം, മാ മഅനൽ അബ്ദ്, അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒന്നാമത്തെ ചോദ്യത്തിലും അടിമണ്ട്, രണ്ടാമത്തെ ചോദ്യത്തിലും അടിമണ്ട്. ഒന്നാമത്തെ ചോദ്യം അടിമയുടെ ഒന്നാമത്തെ വാദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഒരടിമ ഉടമയെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹിനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം എന്താണ്? ആരാണ് അടിമ? നമുക്ക് അടിമ എന്ന് പേരിട്ട് എന്താ അർത്ഥത്തിലാണ്? നമ്മെ കുറിച്ച് അടിമ എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അടിമ എന്ന് നമ്മൾ ആരും സാധാരണ അംഗീകരിക്കുന്ന കാര്യമില്ല. പക്ഷേ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടിമയായിരിക്കാൻ തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ ഒരു മനുഷ്യന്റെ അടിമ എന്നുള്ളത് അംഗീകരിക്കില്ല ബുദ്ധിയുള്ള ഒരാളും. പക്ഷെ അള്ളാഹുവിന്റെ അടിമയാവുക എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് എന്ത് ചെയ്യും? അംഗീകരിക്കും. അതാണ് അവരുടെ ഭാഗ്യം. അള്ളാഹ് അടിമയായിരിക്കാനാണ് നമ്മുടെ ഭാഗ്യം. അപ്പൊ അടിമ എന്നതിന്റെ അർത്ഥം എന്താ? ജവാബ്, അതിന്റെ ഉത്തരം, അൽ അബ്ദു ഇൻ ഉരീദ ബിഹിൽ മുഅബ്ബദ് ഐ അൽ മുദല്ലൽ അൽ മുസഖർ فهو بهذا المعنى شامل لجميع المخلوقات من العوالم العلوية والسفلية من عاقل وغيره ورطب ويابس ومتحرك وساكن وظاهر وكامن ومؤمن وكافر وبر وفاجر وغير ذلك. അടിമ എന്ന് പറഞ്ഞാൽ മുഅബ്ബദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇൻ ഉരീദ ബിഹി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ മുഅബ്ബദ്, വിധേയമാക്കപ്പെട്ടവൻ എന്നാണ്. ആരാണ് അടിമ? വിധേയമാക്കപ്പെട്ടവൻ, കീഴിലാക്കപ്പെട്ടവൻ. അള്ളാഹുവെ സംബന്ധിച്ച് നമ്മുടെ സ്ഥാനം എന്താണ്? അള്ളാന്റെ മുകളിലാണോ? അല്ല. അള്ളാന്റെ ഒപ്പാണോ? അല്ല. അള്ളാന്റെ കീഴിലാണ്. കീഴിലാക്കപ്പെട്ടവൻ എന്നാണ് നിറക്കുന്നതിന്റെ അർത്ഥം. മുഅബ്ബദ്, മനസ്സിലായില്ലേ? ഐ അൽ മുദല്ലൽ, വിധേയൻ. മുദല്ലൽ എന്ന വാക്ക് എന്താണ്? വിധേയൻ. അൽ മുസഖർ, കീഴ്പ്പെടുത്തപ്പെട്ട വിധേയൻ. അപ്പൊ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ കീഴിലാണ്. അള്ളാഹു കീഴ്പ്പെടുത്താത്ത ആരും ലോകത്തില്ല. അള്ളാഹിന്റെ മുകളിൽ കയറി നിൽക്കുന്നവരോ അള്ളാഹുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരോ അള്ളാഹുവിന്റെ ഒപ്പം നിൽക്കുന്നവരോ ആയി ലോകത്ത് ആരുമില്ല. എല്ലാവരും മുസഖറാണ്. അത് കാഫിറായ മുഅ്മിനുകൾക്ക് എന്താണ്? മുസഖറാണ്. ഈ ആശയത്തിൽ എല്ലാ സൃഷ്ടികളും ഉൾക്കൊള്ളും കേട്ടോ. മിനൽ അവാലിമിൽ അലവിയ വസഫലിയ, മുകളിലുള്ള താഴെ മലക്കുകൾ പെടും, മനുഷ്യർ പെടും. ഉന്നത സൃഷ്ടികളും ഭൂമിയിലെ സൃഷ്ടികളും ഒക്കെ എന്താണ്? ഇനി ഭൂമിയുടെ അടിത്തട്ടിലുള്ള സൃഷ്ടികളും എല്ലാവരും അതിൽ പെടും. ഏതിൽ പെടും? എല്ലാവരും ഏതിൽ പെടും? അള്ളാഹുവിന്റെ അടിമ എന്നുള്ള, അള്ളാഹുവിന് കീഴ്പ്പെടുത്തപ്പെട്ടു എന്ന അവസ്ഥയിൽപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു നിയന്ത്രിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടാവില്ല. അതിലാർക്ക് പെടും? പിന്നെ ആക്കലി മകരി, ബുദ്ധിയുള്ളവരും പെടും, ബുദ്ധിയില്ലാത്തവരും പെടും. ബുദ്ധിയുള്ളവർ വെച്ചാൽ മനുഷ്യൻ, ബുദ്ധിയില്ലാത്ത പോത്ത്, കന്നുകാലി, ഇങ്ങനത്തെ കണ്ടല്ലോ കിളികൾ, അതൊക്കെ പെടും. വറുതബിൻ വയാബിസിൻ, പച്ചയും പെടും, ഉണങ്ങിയതും പെടും. പച്ചച്ചെടികളും ഉണങ്ങി വീണ ചെടികളും അതൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ്? അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അമത്തായിരിക്കും വസാക്കിന്, സചേതനവും പെടും, അചേതനവും പെടും. പ്രത്യേകം ചലിക്കുന്നതും പെടും, ചലിക്കാത്തതും പെടും. ചലിക്കുന്ന വസ്തുക്കളും പെടും, ചലിക്കാത്ത സ്ഥലത്തിനകത്ത് ചെടിയൊക്കെ സ്ഥലത്തിനകത്ത് ഇങ്ങനെ വളരും. നമ്മളാണെങ്കിൽ നടന്നു വളരും. അതെല്ലാവരും എന്ത് ചെയ്യും? ചലിക്കുന്ന വസ്തുക്കളും ചലിക്കാത്ത, പ്രപഞ്ചം ചലിക്കുന്നുണ്ട്, ചലിക്കാത്തതുണ്ട്. അള്ളാഹാണ് മനസ്സിലായി. ചലിക്കുന്നതും ചലിക്കാത്തതും അതിൽ ഉൾപ്പെടും. വലാഹിറിൻ വക്കാമിനിൻ, പുറത്ത് കാണുന്നതും പുറത്ത് കാണാത്തതും, ബാഹ്യവും ആന്തരികവും. പുറമേ കാണുന്ന സൃഷ്ടികളും എല്ലാവർക്കും കാണാൻ പറ്റുന്ന സൃഷ്ടികളും ആർക്കും കാണാൻ പറ്റാത്ത സൃഷ്ടികളും. അത് രണ്ടും ആർക്ക് വിധേയമാണ്? അള്ളാഹുവിന് വിധേയമാണ്. മുഅ്മിനും കാഫിറും, മുഅ്മിനും അള്ളാഹുവിന് വിധേയനാണ്, കാഫിറും അള്ളാഹുവിന് വിധേയനാണ്. അവർക്ക് സംശയമുണ്ടോ? കാഫിർ അള്ളാഹുവിന് വിധേയനല്ലാന്ന് ഞാൻ തോന്നുന്നുണ്ടോ? കാഫിറിനെ മുടി നിറയ്ക്കും, കാഫിറിനും ഭക്ഷണം കഴിച്ചില്ല വെക്കും, വെള്ളം കുടിച്ചില്ല ദാഹിക്കും, കാഫിറും മരിക്കും, അല്ലേ? പിന്നെ കാഫിർ കുഫർ ചെയ്യണമെങ്കിലും അള്ളാഹ് അവസരം കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ വിധേയത്തിലല്ലാതെ ആരുമില്ല, കാഫറില്ല. പിന്നെ അള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തോണ്ട് പോയി കാഫറായി മാത്രം. അള്ളാഹ് വേണമെങ്കിൽ കാഫറാകാൻ പറ്റാതെ സൃഷ്ടിക്കാൻ കഴിയല്ലോ. ഏതുപോലെ മലക്കുകളെ
മലക്കൾ കാപ്പറാൻ പറ്റൂല. മലക്കുകളെ സൃഷ്ടിച്ച പോലെ നമുക്ക് നമ്മൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ചോദ്യമല്ല. വേണമെങ്കിൽ പറ്റും, പക്ഷെ അതങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ കാഫറാകാനും മുഅ്മിനാകാനുള്ള ചെറിയൊരു സ്വാതന്ത്ര്യം അല്ലാഹ് വെച്ചപ്പോൾ നമ്മൾ വീട്ടുണ്ടായി പലരും കാഫറായി. എന്നല്ലാതെ അള്ളാഹുവിനെ തോൽപ്പിച്ചിട്ട് ഒരാൾക്ക് പോയി കാഫറാൻ പറ്റൂല. അതാണ് മഹബത്ത് തന്നെ. അവിടെ അടുത്തത് അപ്പൊ അടിമ നിലക്ക് അബൂജഹലും അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്, മുഹമ്മദ് സല്ലല്ലാഹു തന്നെയാണ് അള്ളാഹുവിന്റെ അടിമ. ഒരർത്ഥത്തിൽ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ അടിമ. അപ്പൊ അടിമയുടെ ഒന്നാമത്തെ ബാധ്യത എന്താണെന്ന് ചോദിക്കുമ്പോൾ മോമിനോയ്ക്ക് മാത്രം ബാധകമല്ല, ആർക്കും ബാധകമാണ്, അബൂജഹലിനും ബാധകമാണ്. പക്ഷെ അബൂജഹൽ ആ ബാധ്യത നിർവഹിച്ചില്ല, അതാണ് വ്യത്യാസം. ഇനി എന്താ പറയുന്നത്, ഫാജിർ, പുണ്യവാനും അധർമ്മിയും. ധർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും അധർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും രണ്ടാളും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ്. വായു താരിഖ്, എന്തെല്ലാം അള്ളാഹ് അല്ലാതുണ്ടോ അതൊക്കെ തന്നെയാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ടാണ്. അള്ളാഹു അല്ലാത്തതൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെട്ടാണ്. അള്ളാഹു അല്ലാത്തതൊക്കെ എന്താണ് അള്ളാഹുവിന്. അള്ളാഹ് സൃഷ്ടാവ്, അള്ളാഹ് അല്ലാത്തതൊക്കെ സൃഷ്ടി. അള്ളാഹ് അല്ലാത്തതെല്ലാം എന്താണ് സൃഷ്ടിയാണ് ലോകം എന്ന് പറയും. അള്ളാഹ് അല്ലാത്തതിനാണ് ആലം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അൽ കുല്ലു മഖ്ലൂഖുലില്ല, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അസ്സ വജൽ മർബൂബുൻ ലഹു, എല്ലാം അള്ളാഹുവിന്റെ തർബിയത്തിന് വിധേയമാണ്. റബ്ബ് അള്ളാഹ്, നമ്മൾ മർബൂബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നവൻ, മർബൂബ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കപ്പെടുന്നവൻ. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ പരിപാലനത്തിന് കീഴിലാണ് അല്ലെ. എല്ലാവർക്കും വേണ്ടത് കൊടുക്കുന്ന അള്ളാഹാണ്. വേറെ ആരും കൊടുക്കണ്ടോ? അള്ളാഹിനെ വേണ്ടി വേറെ എടുക്കണ്ടോ? ഇല്ല. അപ്പൊ മർബൂബ് നമ്മൾ, റബ്ബ് അള്ളാഹ്. റബ്ബ് ഫായിൽ, ഇസ്മുൽ ഫായിലാണ്. മർബൂബ് ഇസ്മുൽ മഫ്ഊലാണ്. നമുക്കാണ് അത് കിട്ടുന്നത്. അള്ളാഹിന്റെ തർബിയത്ത് കിട്ടുന്ന ആർക്കാണ്? നമുക്കാണ്. തർബിയത്ത് നൽകുന്ന ആരാണ്? റബ്ബ്. റബ്ബ് അള്ളാഹ്, മർബൂബ് നമ്മൾ. അപ്പൊ എല്ലാവരും മർബൂബാണ്. എല്ലാം അള്ളാഹിന്റെ സൃഷ്ടികളാണ്, എല്ലാം മർബൂബാണ്. മുസഖറും ബി തസ്രീഹി, ഈ ലോകത്തുള്ള എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ വിധേയമാക്കപ്പെട്ടതാണ്. മുദബ്ബറും ബി തദ്ബീരിഹി, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ളതാണ്. വലിക്കുല്ലി മിൻഹാ റസ്മുൻ യഖിഫു അലൈഹി, എല്ലാവർക്കും അവർ നിലകൊള്ളേണ്ട ഒരു രേഖയുണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു പരിധി വെച്ചിട്ടുണ്ട്, അത്രേ പോകാം, അതിനപ്പുറത്ത് പോയില്ല. അതെല്ലാവർക്കും ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരന്റെ അപ്പുറം നടക്കാൻ പറ്റുമോ? പോയാൽ ഇത്രയും നല്ല കണക്ക് വെച്ചിട്ടുണ്ട് എല്ലാ സൃഷ്ടികൾക്കും. ഓരോ സൃഷ്ടിക്കും പോകാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, രസം. അതിനപ്പുറം നമുക്ക് എന്ത് പറ്റില്ല, പോകാൻ കഴിയില്ല. അള്ള നിശ്ചയിച്ച സ്ഥലം വരെ ആർക്കും പോകാൻ കഴിയില്ല. മനസ്സിലായി? അള്ള നിശ്ചയിച്ച സ്ഥലം വരെ ഒരാൾക്ക് പോകാൻ പറ്റുന്നത് അയാൾ അള്ളാന്റെ അടിമയാണെന്ന്. അള്ള നിശ്ചയിച്ചതിന് അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ അള്ളാന്റെ അടിമ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അള്ള നിശ്ചയിച്ചത് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ള എത്ര ആയുസ് വരെ ജീവിക്കണം തീരുമാനിച്ചു. ഫിറൗനും നമ്രൂദും തീരുമാനിച്ചാൽ അവരെ അധികാരവും അതുപോലെ ശക്തിയും ആൾബലവും സൈനികപരവും സമ്പത്തും എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഒരു സെക്കൻഡെങ്കിലും ഒരു ആയുസ് നിർത്താൻ പറ്റും. അപ്പൊ അള്ള വരച്ചെടുത്ത് തീരും. മനസ്സിലായില്ലേ? സന്തോഷം അങ്ങനെ, അള്ള നിശ്ചയിച്ച സന്തോഷം. ദുഃഖം അങ്ങനെ, അള്ള നിശ്ചയിച്ച ദുഃഖം. ഇതിൽ ഒരുത്തൻ ഒരു കോടീശ്വരൻ ചെയ്യാൻ പറ്റില്ല, ഒരു ഭരണാധികാരിക്ക് ഇതിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിനർത്ഥം അള്ള എല്ലാവർക്കും ഒരു വര വരച്ചിട്ടുണ്ട്. അവിടെ വരെയാണ് നമ്മുടെ ജീവിതം. അതാണ് നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഒരു ബിൽ ആബിദുൽ മുഹിബ് അൽ മുതദല്ലിൽ ഖസ്സദാലിക ബിൽ മുഅ്മിനീൻ അല്ലദീന ഹും ഇബാദുൽ മുകറമൂൻ. എന്നാൽ അടിമ രണ്ട് തരമുണ്ട്. ഒന്ന് മുകറമുകളായ ആദരണീയരായ അടിമകൾ, അള്ളാഹുവിന്റെ കറാമത്ത് കിട്ടുന്ന അടിമകൾ. അതാരാ? അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ടു പോകുന്നവർ, സത്യവിശ്വാസി, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമയാണ്. ഔലിയാഉൽ മുത്തഖൂൻ, അള്ളാഹുവിന്റെ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാണ്. അല്ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കുന്നതുമല്ല. അപ്പൊ എല്ലാവരെയും അടിമകൾ എന്ന് പറയും. സത്യവിശ്വാസികളെ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയും. അവരത് അംഗീകരിച്ചവരാണ്. ബാക്കിയുള്ളവർ അള്ളാഹ് അടിമയാണെങ്കിലും അള്ളാഹ് അടിമ എന്ത് ചെയ്യില്ല, അംഗീകരിക്കൂല. പക്ഷേ അവന്റെ തലമുടി നടക്കുന്നത് ആരെയാണ് നടപ്പിക്കുന്നത്? അള്ളാഹ് തന്നെയാണ്. പക്ഷെ അള്ളാഹ് അടിമയാണ്, അവൻ എന്ത് ചെയ്യില്ല, സമ്മതിക്കൂല എന്ന് മാത്രം. അതാണ് കാഫർ മുഅ്മിനുള്ള. മുഅ്മിൻ അത് സമ്മതിക്കും. അപ്പൊ മുഅ്മിൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമ, കാഫർ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അടിമ. രണ്ടാളും അടിമയാണ്. മുഅ്മിനും കാഫറും തമ്മിൽ എന്താ വ്യത്യാസം? മുഅ്മിൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമ, കാഫർ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അടിമ. അതാണ് കണക്കാക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എന്താണ് ഒരു അടിമയുടെ ഒന്നാമത്തെ കടമ? ഉത്തരം എന്തായിരുന്നു? എന്തിനാണ് അള്ളാഹ് ഒരു അടിമയെ സൃഷ്ടിച്ചത് എന്ന് തിരിച്ചറിയണം. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് അള്ളാഹ് ഒരു അടിമയെ സൃഷ്ടിച്ചത്? അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, ആരാധിക്കാൻ വേണ്ടി. ആരാധനയുടെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹ് ഇരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ആരാണ് അടിമ? സമ്പൂർണ്ണമായി കീഴ്പ്പെടുത്തപ്പെട്ടവരാണ് എന്ത് ചെയ്യുക? അടിമ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സൃഷ്ടികളും അടിമയാണ്. സത്യവിശ്വാസികൾക്ക് അടിമകൾ എന്നുള്ള വ്യത്യാസം എന്താണ്? അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്കുള്ള വ്യത്യാസം. നാലാമത്തെ ചോദ്യം, മാഹിയൽ ഇബാദ, എന്താണ് ഇബാദത്ത്? രണ്ടാമത്തെ ചോദ്യം, എന്താണ് ജീവിത ലക്ഷ്യം? അതിന്റെ ഉത്തരം, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ. അപ്പൊ നാലാമത്തെ ചോദ്യം എന്താണ്? അള്ളാഹുവിന് മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞ ഇബാദത്ത് എന്താ? അള്ളാഹുവിന് മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞ ഇബാദത്ത് എന്താ? ഉത്തരം, അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ, അതൊരു സമഗ്രമായ നാമമാണ്. സമഗ്രം എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ്. കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. ലിക്കുല്ലി മാ യുഹിബ്ബുഹുല്ലാഹ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനെയും ചേർത്താണ് ജമ്മ ചെയ്ത് സമഗ്രം. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ദുനിയാവിലുണ്ടോ അതെല്ലാം കൂടി ചേർത്ത് പറയുന്ന ഒരു സൃഷ്ടിയിൽ നിന്ന് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ചേർത്ത വസ്തുവാണ് ഇബാദത്ത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നൊക്കെ ഇബാദത്തായിരിക്കും. അടിമയിൽ നിന്ന് അള്ളാഹ് ഇഷ്ടപ്പെടുന്നതൊക്കെ എന്താണ്? ഇബാദത്തായിരിക്കും. അതേപോലെ വയർല ലിക്കുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർല, അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ കാര്യം അതെന്തൊക്കെ ആയിരിക്കാം? മിനൽ അഖ്വാൽ, വാക്കുകൾ, ഇതുപോലെ ദിക്റുകൾ പോലെ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, പ്രാർത്ഥനകൾ പോലെ, വാക്കുകൾ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന പോലെ അള്ളാഹ് പഠിപ്പിച്ച വാക്കുകളുണ്ടല്ലോ, അതൊക്കെ ഇഷ്ടമുള്ള വാക്ക്, അതൊക്കെ ഇബാദത്താണ്. ഒരു അമൽ പോലെ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഒക്കെ എന്താണ്? അമലാണ്. അതേപോലെ തന്നെ അല്ലാഹിറ വൽ ബാത്തിന, ലാഹിറത്തായ അമലും ബാത്തിനത്തായ അമലും. ലാഹിറത്തായ അമൽ എല്ലാവരും കാണും, നിസ്കാരം, സക്കാത്തും. ബാത്തിനത്താണ് നിയ്യത്ത്, ഉള്ളിലുള്ള ഈമാൻ, അതൊക്കെയാണ് ബാത്തിനത്തായ അമൽ. വൽ ബറാ, ഒഴിഞ്ഞുമാറൽ, മിമ്മ യുനാഫി ദാലിക, അതിനോട് യോജിക്കാത്തതിൽ നിന്ന്, വയുദാദുഹു, അതിനെതിരായതിൽ നിന്ന്. അതിനോട് യോജിക്കാത്തതും എതിരായതുമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിഭാഗത്താണ്. ഏതിനോട് യോജിക്കാത്ത? അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്ക്, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പ്രവർത്തനം, അതിനോട് യോജിക്കാത്തതിൽ നിന്ന് ഒഴിവാകലും എന്താണ്? ഇബാദത്താണ്. മാഹിയൽ ഇബാദ എന്ന് ചോദിച്ചാൽ ഉത്തരം, അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ വാക്കുകളും ആന്തരികവും ബാഹ്യവുമായ പ്രവർത്തനങ്ങളും അതിനെതിരായതിൽ നിന്ന് വിട്ടു നിൽക്കലും, അതാണ് ഇബാദത്ത്. എന്താണ് ഇബാദത്ത്? അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ വാക്കുകളും
ആന്തരികവും ബാഹ്യവുമായ പ്രവർത്തനങ്ങളും അതിനോട് യോജിക്കാത്തത് ഒഴിവാക്കലും. അതാണെന്ത്? ഇബാദത്ത്. അല്ല ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു വയർള. അള്ളാഹ് ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാറ്റിനും സമഗ്രമായി പറയുന്ന പേരാണ് ഇബാദത്ത്, ആരാധന. അതിലെന്തെല്ലാം പെടും? മിനൽ അഖ്വാൽ, ഖൗലുകൾ പെടും, വാക്കുകൾ, വൽ അഅ്മാൽ, പ്രവർത്തനങ്ങൾ പെടും. എങ്ങനെയുള്ള പ്രവർത്തനം? അല്ലാഹിറത്തു വൽ ബാത്തിന, പുറത്ത് കാണുന്ന അമലുകളുണ്ട്, ഹൃദയത്തിൽ മാത്രമുള്ള അമലുകളുണ്ട്, നീയത്താണ് ഉദ്ദേശിക്കുന്നത്, അതും പെടും. വൽ ബറാഅത്തു മിമ്മാ യുനാഫി ദാലിക വയുലാതുഹു, അതിന് എതിരായതും അതിനെ നിരാകരിക്കുന്നതുമായ കാര്യങ്ങൾ ഒഴിവാക്കുക. ഏതിനെതിരായത്? അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിനെതിരായത്. ഉദാഹരണത്തിന് അള്ളാഹിനെ മാത്രം വിളിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അപ്പം ഷെയ്ഖുമാരെ വിളിക്കൽ അള്ളാഹ്ക്ക് വെറുപ്പാണ്, അത് ഒഴിവാക്കണം. മനസ്സിലായി? അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കൽ എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നാൽ വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ചാലും വൈദ്യുതി വേണ്ടി നിസ്കരിച്ചാലോ അത് വെറുക്കും, അപ്പൊ അത് ഒഴിവാക്കണം. അപ്പൊ ഇതിന്റെ എതിരായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നടപ്പാക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതും തൃപ്തിയുള്ളതും വാക്കുകളും പ്രവർത്തികളും, പ്രവർത്തനങ്ങളിൽ ഉള്ളിലുള്ളതും പുറത്തുള്ളതും, കാണുന്നതും കാണാത്തതും, അതെല്ലാം അള്ളാഹു നൽകുമ്പോൾ അതിന് പറയുന്ന സമഗ്രമായ പേരാണ് ഇബാദത്ത്. അപ്പൊ ഇബാദത്ത് ഒരർത്ഥത്തിൽ വിശാലമായ അർത്ഥം. നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യങ്ങളും എന്തായിരിക്കും? ഇബാദത്ത്. പ്രതിഫലം കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തായിരിക്കും? ഇബാദത്തായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ഒരടിമയുടെ ഒന്നാമത്തെ കടമ എന്താ? എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്ന് തിരിച്ചറിയാനാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത്? ഇബാദത്ത്, ആരാധന അള്ളാഹുവിന്, അതിന് ഇനങ്ങൾ അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ ചോദ്യം, ആരാണ് അടിമ? എല്ലാ നിലക്കും അള്ളാഹുവിന് കീഴ്പ്പെട്ട ആൾക്കാണെന്ന് പറയാ അടിമ. അങ്ങനെ അല്ലാതെ ആരുമില്ല. അള്ളാഹ് അല്ലാത്ത എല്ലാവരും എല്ലാ നിലക്കും അള്ളാഹ് കീഴ്പ്പെട്ടാണ്. പക്ഷേ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രകാരം അള്ളാഹ് കീഴ്പ്പെട്ട് നിൽക്കുന്ന ആര് മാത്രമാണ്? മുഅ്മിനുകൾ മാത്രമാണ്. ഇനി അടിമ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒന്നാമത്തെ ബാധ്യത എന്താണെന്ന് അറിയണം. അത് ഇബാദത്താണ്. അത് അള്ളാഹുവിന് മാത്രം കൊടുക്കലാണ്. അപ്പൊ എന്താണ് ഇബാദത്ത്? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഖൗലിനും അമലിനും എന്ത് പറയും? ഇബാദത്ത് എന്ന് പറയും. അപ്പൊ അടുത്ത ചോദ്യം, മതാ യകൂനുൽ അമലു ഇബാദത്തൻ, ഒരു അമൽ എപ്പോൾ ഇബാദത്താകും? എല്ലാ അമലും ഇബാദത്ത് ആയിക്കോണമെന്നില്ല. ഇബാദത്താകെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അമലുകളിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിന് എന്ത് പറയുള്ളൂ? ഇബാദത്ത് എന്ന് പറയുള്ളൂ. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത അമൽ എന്ന് പറയില്ല, ഇബാദത്ത് എന്ന് പറയില്ല. ഒരു അമൽ എപ്പോഴാണ് ഇബാദത്താവുക? ജവാബ്, ഇദാ കമുല ഫീഹി ശൈആനി, രണ്ട് കാര്യങ്ങൾ സമ്പൂർണ്ണമായാൽ ഒരു അമൽ ഇബാദത്തായി മാറും. വെറും ഒരു അമൽ എന്നതിനപ്പുറം എപ്പോഴും ചോറുന്ന ഒരു അമലാണ്. അതിന് നമുക്ക് ഇബാദത്ത് പറയാൻ പറ്റില്ല. ഒരാൾ കത്തകൾ ഇങ്ങനെ ചാരിയിരുന്നു, അതൊരു അമലാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇബാദത്ത് പറയാൻ പറ്റില്ല. ഒരാൾ വെറുതെ ഇരുന്നിട്ട് താടി നടക്കാൻ എന്ന് പറയാൻ പറ്റില്ല. അത് ഇബാദത്ത് ഒരു അമലാണ്. ഒരു അമലാണ് ചോദിച്ചിട്ടുണ്ട്. ഒരു അമൽ എപ്പോഴാണ് ഇബാദത്താവുക? രണ്ട് കാര്യങ്ങൾ അതിൽ പൂർണ്ണമാകണം, തികയണം. സ്നേഹത്തിന്റെ പൂർണ്ണത, വിനയത്തിന്റെ പൂർണ്ണത. അള്ളാഹുവിനോടുള്ള സ്നേഹം അതിന്റെ അങ്ങേയറ്റം ഉണ്ടാവണം. അള്ളാഹുവിന് കീഴ്പ്പെടൽ അങ്ങേയറ്റം ഉണ്ടാവണം. അപ്പൊ അങ്ങേയറ്റത്തെ സ്നേഹവും കീഴ്വണക്കവും ഉണ്ടാകുമ്പോൾ ഒരു അമൽ എന്തായി മാറും? നമ്മൾ ഒരു അമൽ ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്, അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടിയാണ്. അപ്പൊ അതെന്തായി മാറും? ഇബാദത്തായി മാറും. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ മാത്രമേ എന്താവുന്നുള്ളൂ? ഇബാദത്താവുന്നുള്ളൂ. അപ്പൊ വെറുതെ നമ്മൾ കസേര ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഫുട്ബോൾ കളിക്കുന്നതും ഉണ്ടാവില്ല, ഇബാദത്താവില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെതായിട്ട് പവിത്രത വേണം. അപ്പൊ പവിത്രതയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ എന്താവുള്ളൂ. അപ്പം ഹറാമല്ലാത്ത ഹലാലായ കുറെ കാര്യമുണ്ടാവും. അത് ഹറാമല്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അത് പവിത്രമല്ല, അതുകൊണ്ട് അത് ഇബാദത്താവില്ല. ശരിക്കും മനസ്സിലാണ്ടോ? എല്ലാ അമലുകളും ഇബാദത്തല്ല. ഒരു ഇബാദത്ത് അമലാകൽ എപ്പോഴാണ്? അതിൽ സ്നേഹത്തിന്റെ കമാല് വേണം. മനസ്സിലായി? കമാൽ വഷബ്, രണ്ട് കമാൽ ദുല്ല്, കീഴ്വണക്കം. ദുല്ല് എന്ന് പറഞ്ഞാൽ തവല്ലല്ലാന്നല്ലേ, നമ്മൾ അള്ളാഹുവിന് വിധേയമാകാം. അങ്ങനെ കീഴ്വണക്കത്തിന്റെ പൂർണ്ണത, സ്നേഹത്തിന്റെ പൂർണ്ണത, ഈ രണ്ട് കാര്യങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരു അമല് ഇബാദത്താകും. അല്ലാഹു തആല തെളിവ് പറയാം. മൂന്നായത്തുകൾ തെളിവ് എടുക്കണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകൾ അള്ളാഹുവോട് തീവ്രമായ അതിതീവ്രമായ സ്നേഹമുള്ളവരാണ്. അൽ ബഖറ 165. അശദ്ദു ഹുബ്ബൻ, അങ്ങേയറ്റം തീക്ഷ്ണമായ സ്നേഹമുള്ളവരാണ്. രണ്ടാമത്തെ ആയത്ത്, വഖാല തആല ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, അവർ അവരുടെ റബ്ബിനോട് ഭയന്നുകൊണ്ട് താഴ്മ കാണിക്കുന്നവരാണ്. അള്ളാഹിനെ ഭയന്നിട്ട്, ബഹുമാനോടുള്ള ഭയം ഉണ്ടല്ലോ, ആ ഭയം കൊണ്ട് അങ്ങേയറ്റം താഴ്മ കാണിക്കുന്നവരാണ് അവർ. അപ്പൊ അതിൽ സ്നേഹം വന്നു, താഴ്മയും വന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 57-ാമത്തെ ആയത്ത്. ഇനി ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദൂനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശഈൻ, അവർ നന്മകളിൽ മത്സരിക്കുന്നവരാണ്. നമ്മോട് അവർ പ്രാർത്ഥിക്കും, പ്രതീക്ഷയോടെയും ഭയത്തോടെയും അവർ നമുക്ക് കീഴ്പ്പെടുന്നവരാണ്. അപ്പൊ അതിൽ അള്ളാഹുവോടുള്ള പ്രതീക്ഷ ഉണ്ട്, അള്ളാഹുവോടുള്ള ഭയമുണ്ട്, അള്ളാഹുവിനുള്ള കീഴ്പ്പെടലുണ്ട്. അപ്പൊ മഹബത്തും സ്നേഹവും കീഴ്പ്പെടലും അത് അങ്ങേയറ്റം എത്തും. അത് രണ്ടും സമ്പൂർണ്ണമായ അവസ്ഥയിലെത്തുമ്പോൾ ഒരു അമലെന്തായി മാറും? ഇബാദത്തായി മാറും. ആറാമത്തെ ചോദ്യം, മാ അലാമത്തു മഹബത്തിൽ അബ്ദി റബ്ബഹു അസ്സ വജൽ, ഒരടിമക്ക് റബ്ബിനോട് സ്നേഹമുള്ളതിന്റെ അടയാളം എന്താ? ഒരടിമക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ പറയാം, സ്നേഹമുള്ള ഇബാദത്ത്, അതിന്റെ അടയാളം എന്താണ്? ജവാബ്, ഉത്തരം എന്താ? അലാമത്തു ദാലിക് അൻ യുഹിബ്ബ മാ യുഹിബ്ബുഹുല്ലാഹ്, അള്ളാഹ് ഇഷ്ടപ്പെട്ടതിനെ അവൻ ഇഷ്ടപ്പെടും. ഒരാൾ കള്ളും കുടിച്ച് പൂസായിട്ട് എനിക്ക് അള്ളാഹിനെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അള്ളാഹ് ഇഷ്ടമല്ലാത്ത ആൾ കുടിക്കല്. മനസ്സിലായില്ലേ? ഒരാൾ മൊയ്തീഷയെ കാക്കണേന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇർത്തക്കബത്ത് അൽഫത്താന്ന് ചൊല്ലി, അല്ലെങ്കിൽ അബ്ദുക്കൽ മിസ്കീനെ റജു എന്ന് പറഞ്ഞു, മറ്റേ ആൾ എനിക്ക് അള്ളാഹുടെ മഹബത്തിന് തന്നു. ഇല്ല. കാരണം സൃഷ്ടികളെ വിളിച്ചാൽ, അത് മലക്കനെ വിളിച്ചാലും നബിയെ വിളിച്ചാലും പോലും അള്ളാഹ് ഇഷ്ടമല്ല. മുഖറബായ മലക്കനെ വിളിച്ചാലും അത് സമ്മതിക്കൂല, മുർസലായ നബിയെ വിളിച്ചാലും അത് എന്ത് ചെയ്യില്ല, സമ്മതിക്കൂല. മനസ്സിലായില്ലേ? അപ്പം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെയ്യണം. അതാണ് നമുക്ക് അള്ളാഹുടെ ഇഷ്ടം തെളിവ്. നമ്മളൊരു കാര്യം ചെയ്യുന്ന അള്ളാഹ് താടി വെക്കുന്നതിനാ അള്ളാഹുടെ ഇഷ്ടം, അള്ളാഹ് അതാണ് ഇഷ്ടം. ശരിയാണ്. നമ്മൾ തുണി കയറ്റി വെക്കുന്നതിനാ അള്ളാഹുവിന് അതാണ് ഇഷ്ടം. നമ്മളെന്തിനാ വലത്തേക്കോട് ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാ വലതേ കൊണ്ട് കുടിക്കുന്നത്? എന്തിനാ ബിസ്മില്ലാഹ് വീട്ടിൽ കയറുന്നത്? അതിന്റെ ഉത്തരം എന്താണ്? നമുക്ക് അള്ളാഹ് ഇഷ്ടമല്ല. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള അമൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം നമുക്ക് അള്ളാഹുടെ ഇഷ്ടമുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ഒരു അടിമ ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം ആ അടിമക്ക് അള്ളാഹുവിന് ഇഷ്ടമുണ്ട്. എല്ലാ അടിമക്കും അള്ളാഹ് ഇഷ്ടമായിക്കൊള്ളുന്നില്ല. എല്ലാവരും അള്ളാഹിന്റെ അടിമയാണ്, അതിൽ സംശയമില്ല.
അബൂജഹലും അള്ളാഹ് അടിമയാണ്, അബൂലഹബും അള്ളാഹ് അടിമയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞ ഡേറ്റിനാണ് അവർക്ക് മരിച്ചത്. അള്ളാഹ് പറഞ്ഞ ഡേറ്റിനാണ് അവരുടെ തലമുടി നടച്ചത്. അള്ളാഹ് പറഞ്ഞ ഡേറ്റിനാണ്, അള്ളാഹ് നിശ്ചയിച്ച ഡേറ്റിനാണ് അവർക്ക് സങ്കടങ്ങൾ ഉണ്ടായത്, നഷ്ടങ്ങളും വേദനകളും ഉണ്ടായത്. അള്ളാഹ് തീരുമാനിച്ചപ്പോഴാണ്. അപ്പൊ അള്ളാഹ് അടിമയാണ് ആര്? അവരൊക്കെ. പക്ഷേ അവർക്ക് അള്ളാഹിന് ഇഷ്ടമല്ല, അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരുടെ ചെയ്യൂല. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടയാളമാണ്, അള്ളാഹിനോട് സ്നേഹമുള്ളതിന്റെ അടയാളമാണ്. തീർന്നിട്ടില്ല. വയുബഹിബുമായ സഹതുഹു, അള്ളാഹ് കോപിക്കുന്നതിനോട് കോപിക്കണം. അള്ളാഹ് വെറുപ്പുള്ള കുറെ കാര്യമുണ്ട്, അത് അതിനോട് സ്നേഹം പറ്റില്ല. അള്ളാഹ് വെറുപ്പുള്ള എന്തെല്ലാം കാര്യം ഇബാദത്ത് മുതൽ ഇപ്പൊ അള്ളാഹ് അല്ലാത്തവർ ആരാധിക്കുന്ന അള്ളാഹ് വെറുപ്പാണ്, നമ്മൾ സ്നേഹിക്കാൻ പറ്റില്ല. സൃഷ്ടികൾ ആരാധിക്കുന്ന അള്ളാഹ് വെറുപ്പാണ്, ഹറാമ് ചെയ്യുന്ന അള്ളാഹ് വെറുപ്പാണ്, നിസ്കരിക്കാതിരിക്കുന്ന അള്ളാഹ് വെറുപ്പാണ്. അപ്പൊ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ ഇവനും വെറുക്കും. നമുക്ക് ഇഷ്ടം അള്ളാഹ് വെറുക്കുന്ന കാര്യമാലോ. ഇപ്പൊ സുബൈക്ക് കിടന്നുറങ്ങുന്നത് നമുക്ക് ഇഷ്ടം നിൽക്കുക, അള്ളാഹ് അത് ഇഷ്ടമല്ലല്ലോ. അപ്പൊ നമുക്കുള്ള ഇഷ്ടം കൊണ്ട് സുബൈക്ക് കിടന്നുറങ്ങിയാൽ നമുക്ക് അള്ളാഹിനോട് ഇഷ്ടം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ശരിക്കും അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹ് വെറുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? വെറുക്കണം. അതാണ് അവാമിറഹു. അങ്ങനെ വരുമ്പോൾ അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പാക്കും. വയജിത്തനിബു മനാഹി, അള്ളാഹ് വിരോധിച്ചത് അവൻ ഒഴിവാക്കും. വയുവാലി ഔലിയാഹു, അള്ളാഹുവിന്റെ ആദർശ ബന്ധുക്കളോട് അവൻ ബന്ധം പുലർത്തും. വയുആദി അഅദാഹു, അള്ളാഹുവിന്റെ ആദർശ ശത്രുക്കളോട് അവന് ശത്രു പുലർത്തും. നമ്മൾ ഈ മുശ്രിക്കുകളോടും അള്ളാഹിന്റെ ശത്രുക്കളോടും ഇങ്ങനെ തോൾ കൈട്ടെടുക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ മിത്രങ്ങളെ അവൻ സ്നേഹിക്കും, അള്ളാഹുവിന്റെ ശത്രുക്കളെ അവൻ ശത്രു പുലർത്തും. വലിയ അതിനാൽ കാന ഔസഖുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ബലമുള്ള പാശം അൽ ഹുബ്ബു ഫില്ല വൽ ബുഗ്ദു ഫില്ല, അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ പേരിൽ കോപിക്കുക, വെറുക്കുക. അപ്പോ അടിമ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ അടയാളം രണ്ടെണ്ണം. അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുക, അള്ളാഹ് വെറുക്കുന്നത് വെറുക്കുക. അത് ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയറാണ് എന്ന് പറഞ്ഞു. 6 ചോദ്യങ്ങളായി. ഒന്ന്, അടിമയെ അള്ളാഹ് ഒന്നാമത്തെ വാജിബായി നിശ്ചയിച്ചത് എന്ത് കാര്യമാണ്, എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് അറിയലാണ്. രണ്ടാമത്തത്, എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത്? ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കാനാണ്. മൂന്നാമത്തത്, എന്താണ് അടിമ എന്ന് പറഞ്ഞാൽ? പൂർണ്ണമായിട്ട് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന അവസ്ഥക്കാണെന്ന് പറയാം അടിമ എന്ന് പറയുക. അടിമ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് എന്താണ്? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയുണ്ടോ, അള്ളാഹ് തൃപ്തിപ്പെടുന്ന എന്തൊക്കെയുണ്ടോ, അത് പ്രവർത്തനമാണെങ്കിലും വാക്കാണെങ്കിലും അതെല്ലാം ഇബാദത്താണ്. എപ്പോഴാണ് ഒരു സാധാരണ ഒരു അമലി ഇബാദത്തായി മാറുക? 2 കാര്യം അതിൽ സമ്പൂർണ്ണമായിട്ടുണ്ടാകണം. ഒന്ന്, കമാലുൽ ഹുബ്ബ്, അങ്ങേറ്റത്തെ സ്നേഹം, അങ്ങേറ്റത്തെ കീഴ്വണക്കം, അതുണ്ടാവണം. 6ാമത്തെ ചോദ്യം, ഒരു അടിമക്ക് അള്ളാഹുവിനോട് അങ്ങേറ്റത്തെ സ്നേഹം ഉണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്താണ്? അതിന്റെ അടയാളം എന്താണ്? അതിന്റെ അടയാളം അവൻ അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യും, അള്ളാഹ് വെറുക്കുന്നവൻ വെറുക്കും. അതാണ്. 7ാമത്തെ ചോദ്യം, ബിമാദാ ഉരിഫൽ ഇബാദു ബിമാദാ അറഫൽ ഇബാദു മാ യുഹിബ്ബുഹുല്ലാഹു വയർള, എങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഒരടിമ അറിയും? ഒരമല് ഇബാദത്താകുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലാകുമ്പോഴാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അമൽ എങ്ങനെയാണ് മനസ്സിലായി? നമ്മളിങ്ങനെ മീറ്റിംഗ് കൊടുത്ത് തീരുമാനിച്ചാൽ അള്ളാഹ് ഇഷ്ടമുള്ള അമൽ എന്തൊക്കെയാണ്? ഏതെങ്കിലും ഒരു പുരോഹിതം പ്രഖ്യാപിച്ചാൽ മതിയോ? അള്ളാഹുവിന് ഇഷ്ടമുണ്ടെന്ന് കരുതി അള്ളാഹ് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം ചെയ്യുന്നത്? വിദഗ്ധകൾ. അള്ളാഹ് ഇഷ്ടമില്ലാത്താണ്. ഇപ്പൊ മൊയ്തീനെ വിളിക്കൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചാൽ പലരും ചെയ്യുന്നത്. ബദരീങ്ങളെ വിളിക്കുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടാണ്. മുഹമ്മദിന്റെ പേര് ഞങ്ങൾ തെറ്റ് ചെയ്ത് പൊറുക്കണേ എന്ന് പറയുന്നത്, മാല ചെല്ലുന്നൊക്കെ മങ്കൂസ് മോലി ചെറുപ്പലാമൊക്കെ ചെല്ലുന്നത് വിചാരിച്ചിട്ടാണ് പലരും. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടാണ്. അവനറിയില്ല അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണ് തിരിച്ചറിയാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെ? പലരും പല ഹറാമുകളും വിദഗ്ധകളും ചെയ്യുന്ന കവർ കെട്ടിപ്പൊക്കുന്നത് പലരും അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വിചാരിച്ച് ഹറാം ചെയ്യുന്നവരുണ്ട്. അതെന്താണ് പോയിട്ടത്? അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എന്താണ് എങ്ങനെ അറിയാൻ വഴിയുണ്ട്. എന്താ വഴി? ജവാബ്, അറഫൂഹു ബി ഇർസാലില്ലാഹി തആല റസൂല, അള്ളാഹ് റസൂലുമാരെ അയച്ചുകൊണ്ട് അവരെ അതറിഞ്ഞു. മനസ്സിലായില്ലേ? വഇൻസാലിഹി അൽ കുതുബ, അള്ളാഹ് കിതാബ് ഇറക്കിയത് കൊണ്ട് അവരതറിഞ്ഞു. ആമിറൻ ബിമാ യുഹിബ്ബുഹുല്ലാഹു വയർള, റസൂലുമാരാകട്ടെ കിതാബാകട്ടെ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അള്ളാഹ് തൃപ്തിപ്പെടുന്നതും അവരോട് കൽപ്പിക്കും. നാഹിയൻ അമ്മാ യക്റഹു വയഅബാഹു, അള്ളാഹ് വെറുക്കുന്നതും വിലക്കിയതും റസൂലുമാരാകട്ടെ കിതാബാകട്ടെ അവരെ അറിയിക്കും. വബിദാലിക ഖാമത്ത് അലൈഹിം ഹുജ്ജത്തുഹു ദാമിഗ, അങ്ങനെ റസൂലും കിതാബും അവർക്ക് ഏറ്റവും ബലവത്തായ ശക്തമായ തെളിവായി നിലകൊള്ളും. വളഹറത ഹിക്മത്തുൽ ബാലിഗ, പൂർണ്ണമായ വിജ്ഞാനം അത് പ്രത്യക്ഷപ്പെടുത്തും. റസൂലുമാരെ നോക്കിയാൽ ശരിയായ വിജ്ഞാനം കിട്ടും, കിതാബ് നോക്കിയാൽ ശരിയായ തെളിവ് കിട്ടും. അപ്പൊ കിതാബും സുന്നത്തും, റസൂലും കിതാബുമാണ് അവർക്ക് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യം തിരിച്ചറിയാനുള്ള വഴി. അപ്പൊ ഖുർആനും സുന്നത്തും നോക്കാതെ കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏതാണെന്ന് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഒരു ഖുർആനിലേക്കും സുന്നത്തിലേക്കും ശരിയായ രൂപത്തിൽ വരാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടുകൊണ്ടാണ്. ഒന്നുകിൽ പുരോഹിതന്മാർ തടയും, അല്ലെങ്കിൽ അവരെ വഴിക്ക് പോകില്ല. അതാണ് ഇതിന് തെളിവായി 2 ആയത്തുകളാണ് ഷെയ്ഖ് ഹക്കമി കൊടുത്തിരിക്കുന്നത്. അല്ലാഹു തആല റസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസൂൽ, സൂറത്തുൽ നിസായിലെ 165-ാമത്തെ ആയത്ത്. എന്താ പറയുന്നത്? റസൂലൻ മുബശ്ശിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന റസൂലുമാർ, സന്തോഷ വാർത്ത അറിയിക്കുന്ന റസൂലുമാർ, വമുൻദിരീൻ, താക്കീത് ചെയ്യുന്ന റസൂലുമാർ. അപ്പൊ നമുക്ക് ഇന്നത് ചെയ്താൽ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് സന്തോഷം അറിയിക്കുന്നവരാ റസൂലുമാർ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നരകത്ത് പോകും താക്കീതാരാ റസൂലുമാർ. റസൂലുമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ, ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഒരു വാദം പറയാനില്ല. അത് ശരി, അങ്ങനെ ചെയ്താൽ സ്വർഗത്ത് പോവാ, അത് ഞാൻ അറിഞ്ഞിട്ടോ എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? റസൂൽ വന്നിട്ട് ഒരു വാദം പറയാൻ പറ്റില്ല. അള്ളാന്റെ മുന്നിൽ ഒരു ന്യായം പറയാൻ പറ്റില്ല. ഹജ്ജത്തനതാ. റസൂലുമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ന്യായം പറയാൻ പറ്റുമോ? റസൂൽ ഇവിടെ നിയോഗിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ന്യായം പറയാം. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ നരകത്തിൽ വീഴുന്ന ഒരാൾ ഞാൻ പഠിച്ചില്ലാന്ന് അറിയില്ല. എല്ലാവരും പറയില്ല ഔക്കുനാസ്മൗ ഔനാക്കിൽ, പഠിച്ചിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ മക്കുനാപ്പി അസാബിസെന്ന് എല്ലാവരും പറയുള്ളൂ. ഞാൻ നരകത്ത് പോകില്ല. അതാണ് അള്ളാഹ് തെളിവ്. റസൂലുമാർക്ക് ശേഷം അള്ളാഹുവിന്റെ മുന്നിൽ ജനങ്ങൾക്ക് ന്യായവാദം നിരത്താതിരിക്കാൻ വേണ്ടി സന്തോഷം അറിയിച്ചും താക്കീത് ചെയ്തും, സ്വർഗത്തെക്കുറിച്ച് അതിലേക്കുള്ള വഴികളെക്കുറിച്ചും സന്തോഷം അറിയിച്ചും, നരകത്തെക്കുറിച്ചും നരകത്തിലേക്ക് ചെന്നുവിടുന്ന കാര്യങ്ങളെക്കുറിച്ചും താക്കീത് ചെയ്തും റസൂലുമാർ. സൂറത്തുൽ നിസായിലെ 165-ാമത്തെ ആയത്ത്. 2ാമത്തെ തെളിവ് കൊടുത്തിരിക്കുന്നത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ആൽ ഇംറാൻ 31.